കുട്ടമ്പുഴ ഉരുളൻതണ്ണിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടാം ദിവസവും ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഉരുളൻതണ്ണി ക്ണാച്ചേരിയിൽ നാട്ടുകാർ അധികാരികൾക്കെതിരെ രോഷാകുലരായി രംഗത്തെത്തി. വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് സംവിധാനമൊരുക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് നാട്ടുകാർ KCV ന്യൂസിനോട് പ്രതികരിച്ചു. പേര് പറയാൻ അവർക്ക് പുച്ഛം തോന്നണില്ലെന്നാ ഞാൻ പറയണേ. എന്നാന്ന് വെച്ചാൽ ഇവർ ചെയ്തു കൂട്ടണ അങ്ങനെയാ. ഇലക്ഷൻ സമയത്ത് ഇനിയ പാലം അല്ല, ഈ കൊല്ലം മുതൽക്ക് പാലം കിടന്ന് പന്തപ്ര കോളനിക്കും മാമലയ്ക്കും വരുന്ന വണ്ടി ഒറ്റെണ്ണം കത്തിച്ച് വിടും. ഞാൻ ഒരാളെ മുതൽ കത്തിക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ പൊക്കോളാം. അവരെ ഇലക്ഷന് വേണ്ടി വരും. നമ്മളെ ജീവന് വിലയില്ലേ. എന്നിട്ട് രാഷ്ട്രീയം കളിച്ച് അങ്ങ് മുന്നേ പോയി അച്ഛൻ പറയാ സർക്കാർ തീരുമാനിക്കട്ടെ, സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നവരേ ഉള്ളൂ. നമുക്ക് ഒരു ആനുകൂല്യത്തിനും ഒരു വിലയില്ല, നമ്മുടെ ജീവന് വിലയില്ല. ദിവസം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ്. നമ്മൾ വെറുതെ രാത്രി ഇതിലേക്കൂടെ രാത്രിയാവണമെന്ന് തന്നെ ഇല്ല. പാസ് ചെയ്താൽ പോലും വാഹനങ്ങളില്ലാതെ ആളുകൾക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം വഴിയിൽ ആനമാർ കാണത്തില്ല, അതിനുള്ള വിസിബിലിറ്റി ലൈറ്റ് കാര്യങ്ങളില്ല. വനം റോഡിലോട്ട് വളർന്നു നിൽക്കുന്നു. ഈസിയായിട്ട് ഈ ഫെൻസിങ്ങോ ട്രെഞ്ചിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈസിയായിട്ട് ആനകൾ റോഡിൽ കയറി നിൽക്കും. ഇദ്ദേഹം നടന്നു വന്ന വ്യക്തിയാണ്. ആന നിൽക്കുന്നത് കണ്ടില്ല, ലൈറ്റില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപകടം സംഭവിച്ചു. ജനങ്ങളുടെ മിക്ക സ്ഥിതി ഇത് തന്നെ. ഇങ്ങനെയുള്ള വീടുകളാണ് നമ്മുടെ ഇവിടുത്തെ മൊത്തം ഉള്ളത്. കുറച്ച് പേർക്ക് മാത്രമേ വണ്ടിയുള്ളൂ. ഒരു 2 വീലറൊക്കെ ഉള്ളത് ഒരു 10% താഴെ ആളുകൾക്ക് മാത്രമേ 2 വീലറെങ്കിലും ഉള്ളൂ. അവരൊക്കെ നടന്നു വരുമ്പം അവർക്ക് ആവശ്യമായ ഒരു സെക്യൂരിറ്റി അറ്റ്ലീസ്റ്റ് റോഡിൽ വെളിച്ചം അത്രയെങ്കിലുമൊക്കെ കൊടുക്കാനായിട്ട് നമ്മളെല്ലാവരും ഗവൺമെന്റ് എല്ലാവരും ആനയ്ക്കൊക്കെ പേടിച്ചിട്ടായിരുന്നു ഓരോ സാധനമൊക്കെ എടുത്തുകൊണ്ട് വരാൻ പോകും. അപ്പോൾ ഇത് ഭയങ്കര റിസ്ക്കാണ്. ഒരു ദിവസം പോലും ഇവിടെ നേരത്തെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെയാണ്. നമുക്കിവിടെ ഫെൻസിങ് വേണം, ട്രെഞ്ച് വേണം, ഇങ്ങനെയൊക്കെ വേണം. അവരോട് പറഞ്ഞ് അവരിതൊക്കെ ചെയ്യാൻ പറഞ്ഞു, അവർ ചെയ്യുകയില്ലെന്ന് നമുക്കറിയില്ല. ഞങ്ങളിവിടെ ആനയ്ക്ക് പേടിച്ച് ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒരുപാടാണ്. വഴിവിളക്കൊന്നുമില്ല. ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യുന്നുമില്ല. പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചെയ്യുന്നില്ല. ഇതിനു മുമ്പും അവിടെ ഒരാൾ കൊല്ലപ്പെട്ടില്ലേ? ഉണ്ടായിരുന്നു. അത് പിണവർക്കുടി. അത് ഇതുപോലെ തന്നെ വഴിക്ക് വെച്ച ആന പിടിച്ച് കൊന്നില്ല. പുള്ളി ഓടി രക്ഷപ്പെട്ടു. ദൂരോട്ട് എടുത്ത് കളഞ്ഞു. പുള്ളി അങ്ങനെ പായുന്നത് രക്ഷപ്പെട്ടു. ഈ മനുഷ്യൻ പെരുമ്പാല പുള്ളി ഒരു ഹോമനസിൻ്റെ വർക്കാണ് നടക്കുന്ന പുള്ളി ചെയ്യണ പുള്ളി അവിടെ കഴിഞ്ഞ ദിവസം 4 മണിക്ക് പുള്ളിയുടെ വർക്കിൽ കയറിയെന്ന് പറഞ്ഞു. ഡ്യൂട്ടിയിൽ കയറിയെന്ന് പറഞ്ഞു. എന്തായാലും ആന വന്ന് പുള്ളി ആ കുട്ടി മുട്ടി കഴിഞ്ഞിട്ട് ആന പുള്ളിയെ തട്ടി ഇരിക്കുകയത്. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഇവിടെ ഈ ഞങ്ങൾക്കുള്ള ആവശ്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് ആണ് നമുക്ക് ഏറ്റവും ആവശ്യം. നമുക്ക് ലൈറ്റിന് ഒരു പരിധിയുടെ ഇതൊക്കെ തിരക്കാൻ പറ്റും. മനുഷ്യന് ഇലക്ട്രോണിക് ആന മാറിപ്പോകും, ഏരിയയിൽ നിന്ന് മാറിപ്പോകും. പിന്നെ ഫെൻസിങ്ങിന് നടക്കില്ല. ഫെൻസിങ് അവർ ചെയ്യാന്ന് പറഞ്ഞ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇന്ന് 8 മണിക്ക് DFO ഇന്നലെ കൊണ്ട് വാഗ്ദാനം ചെയ്ത 8 മണിക്കൂടെ ഫെൻസിങ് ചെയ്യാനും ട്രെഞ്ചിനുള്ള ഇതൊക്കെ ഓർഡർ ചെയ്തേക്കാൻ ചെയ്തിട്ടില്ല.